കോഴിക്കോട് ബീച്ചിൽ നിന്ന് അനീസ് അലി വിവരങ്ങൾ നൽകാനായി ചേരുന്നു. അനീസ് അലി, എന്തായി അവിടെ ആഘോഷ പരിപാടികളൊക്കെ അങ്ങ് ഉച്ചസ്ഥായിയിലെത്തിയോ? ഇനി എത്ര മണിവരെ അവിടെ ആളുകൾക്കൊക്കെ അവിടെ തുടരാനുള്ള ഒരു അനുവാദമുണ്ട്? ദിവ്യ, തീർച്ചയായും ഇനിയിപ്പോ മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ആളുകൾ രാവിലെ മുതൽ തന്നെ ഈ ന്യൂ ഇയറും കാത്ത് നിൽക്കുന്നതാണ്. കോഴിക്കോട് കടപ്പുറം നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. നമ്മളിപ്പോ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ലൈവ് എടുക്കാൻ പ്രയാസമുണ്ട്, കാരണം അവിടെ റേഞ്ച് ഇല്ലാത്ത വിഷയമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ഈ റോഡിലേക്ക് മാറിയിരിക്കുകയാണ്. വലിയ ആഘോഷത്തിലാണ്. എല്ലാവരും തന്നെ ഫ്രെയിമിലേക്ക് ആളുകൾ ഇങ്ങനെ ഇടിച്ചു കയറാണ്. വലിയ തമിഴ്നാട്ടിലാണ് ദിവ്യ, തമിഴ്നാട്ടിൽ இந்த உலகத்தை பத்தி ஒரு സിറ്റിക്കകത്തുന്നാ വരുന്നത്. കോഴിക്കോട് കോർപ്പറേഷനകത്തുന്നവര് സിറ്റിക്കകത്ത് അടിപൊളിയാണ്. യാതൊരു നിരോധനവും ഇല്ല. കോർപ്പറേഷൻ ഇപ്രാവശ്യം പരിപാടികളൊന്നും അത് കോഴിക്കോട് കോർപ്പറേഷൻ പരിപാടി സംഘടിപ്പിച്ചില്ലെങ്കിൽ ജനങ്ങളുണ്ട്. അടിപൊളി. കോട്ടക്കൽ സൂപ്പറാണ്. എന്നാലും പ്രത്യേകിച്ച് പരിപാടികളൊന്നും ആരും ഓർഗനൈസ് ചെയ്തിട്ടില്ല. പക്ഷെ ആളുകള് ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും സന്തോഷമാവാൻ മാത്രം വലിയ തരത്തിലുള്ള ആവേശകരമായ പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇപ്പോ എവിടുന്ന വരുന്നേ? അങ്ങനെ ഓടുന്ന ആൾക്കാരുണ്ട്. മോനെ ചെമ്മാടിനെതിരായിട്ട് വന്നതാണോ? ആരൊക്കെ ഉണ്ട്? മോനും പിന്നെ ഭാര്യയുടെ എന്തായാലും വലിയ സന്തോഷത്തിലാണ് എല്ലാ ആളുകളും. ഇനിയിപ്പോ ഏതാനും മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോഴേക്ക് ന്യൂ ഇയർ കേരളത്തിലേക്ക് എത്തും. കോഴിക്കോട് കടപ്പുറത്ത് എല്ലാവരും അതിനെ സ്വീകരിക്കാൻ വേണ്ടി തന്നെയാണ് എല്ലാവരും ഉള്ളത്. എവിടുന്ന ഒരു കൊച്ചുമായിട്ട് വന്നിട്ടുണ്ടല്ലോ. അങ്ങാടിപ്പുറം, മലപ്പുറം അങ്ങാടിപ്പുറം. ഇവിടെ ന്യൂ ഇയർ ആഘോഷിക്കുന്നുണ്ട്. ഉണ്ട് വൈഫും മോനും. എവിടെ? അങ്ങാടിപ്പുറത്ത് നിന്ന് രണ്ടാളും കൂടി പോകുന്ന നിങ്ങൾ മൂന്നാളും എങ്ങനെയുണ്ട്? ആദ്യമായിട്ട് ഇനി എല്ലാ കൊല്ലം വരാൻ തോന്നുന്നുണ്ട്. അതെ അതെ. 10 വയസ്സായി. 5.5. എന്തായാലും ഇവിടെ കോഴിക്കോടല്ലേ. പരപ്പനങ്ങാടി കണ്ണൂര് പാപ്പിനിശ്ശേരി. ഇത് ആഘോഷിക്കാനായിട്ട് വന്നതാണോ? അല്ല, ആണോ? ആരൊക്കെ? രണ്ടാളോ? മക്കളുണ്ട്. ഒന്നുണ്ട്. ആ